പൊട്ടണം ലഹരിയുടെ കണ്ണികൾ. കോഴിക്കോട് ജില്ലയെ വീണ്ടും ഒരു MDMA വേട്ട ഞെട്ടിച്ചിരിക്കുകയാണ്. 1, 2, 3, 4, 5 ഗ്രാമല്ല, 10, 15 ഗ്രാമല്ല, 709 ഗ്രാം MDMA ആണ് കല്ലാച്ചി വാണിമേൽ സ്വദേശി ഷംസീർ TKCയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ 6 മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണിത്. ഗോവിന്ദപുരത്തെ സ്വകാര്യ ലോഡ്ജിൽ വെച്ചാണ് ഇയാളെ പോലീസ് MDMA സഹിതം പിടികൂടുന്നത്. ആദ്യം പോലീസിന് ലഭിച്ചത് വലിയ അളവിൽ MDMA ശേഖരം ലോഡ്ജിലുണ്ട് എന്നുള്ള ഒരു വിവരം മാത്രമായിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് ലോഡ്ജിലേക്ക് എത്തുന്നു, വാതിലിൽ മുട്ടുന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷവും പ്രതികരണമില്ലാതെ വന്നതോടെയാണ് ഡോറ് ചവിട്ടി പോലീസ് അകത്ത് കടക്കുന്നത്. അതോടുകൂടി ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തി. ബലം പ്രയോഗിച്ചാണ് പിന്നീട് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന MDMA ശേഖരം. പന്തീരാങ്കാവിലും 8 ഗ്രാം MDMAയുമായി പെൺസുഹൃത്തിനോടൊപ്പം വിമുക്ത പഠനം ഉൾപ്പെടെ 2 പേരും ഇന്നലെ പിടിയിലായിരുന്നു. ഡാൻസ് ഓഫ് സംഘം തന്നെയാണ് ഇവരെയും പിടികൂടിയത്. പാലായിലുള്ള വാടക വീട്ടിൽ വെച്ചായിരുന്നു ഇവർ പിടിയിലാകുന്നത്. കുറ്റ്യാടി സ്വദേശി പാലായിൽ വാടകയ്ക്ക് താമസിക്കുന്ന സിഗിൽ ചന്ദ്രനും കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് ഷാഫിയും കുറ്റ്യാടി സ്വദേശിനിയായ ദിവ്യയുമാണ് പോലീസ് പിടിയിലായത്. ഇന്നലെ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാന കണ്ണിയും ബംഗളൂരു ഗോവ മേഖലയിൽ നിന്ന് മയക്കുമരുന്ന് കേരളത്തേക്ക് എത്തിക്കുന്ന സംഘത്തിലെ നേതാവുമായ ഒരാളും പോലീസിന്റെ പിടിയിലായിരുന്നു. ഈ കണ്ട സംഭവങ്ങളെല്ലാം ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. ചില്ലറ ഉപയോഗത്തിനു വേണ്ടി എത്തിച്ചതല്ല, വലിയ അളവിലുള്ള MDMA എന്ന് പോലീസിനും നല്ല ധാരണയുണ്ട്. വിൽപ്പന തന്നെയായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് നഗരത്തിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസ് തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ.